പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇൻഡസ്ഗോ എന്ന് പറയുന്ന വാഹനങ്ങളെല്ലാം റെൻറ്റിന് ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇൻഡസ്ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിറ്റിയിൽ തന്നെയുള്ള കാറുകൾ നിങ്ങൾക്ക് റെൻറ്റിന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതും അധികം റേറ്റ് ഇല്ലാത്ത രീതിയിൽ ഒരു മീഡിയം റേറ്റിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇൻഡസ്ഗോ റെൻ്റ് എ കാർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ തന്നെ ആയിട്ട് കാറിൻ്റെ ഐക്കൺ ഉണ്ട്, ബൈക്കിൻ്റെ ഐക്കൺ ഉണ്ട്, 2 ഐക്കണാണുള്ളത്. അപ്പോൾ കാറും ബൈക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് റെൻറ്റിന് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷനിലുള്ള സൗകര്യങ്ങളെ കുറിച്ച് പറയുന്ന രീതിയിൽ നമുക്ക് കുറേ ചെറിയ ബോർഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഫ്ലെക്സിബിൾ സ്റ്റാർട്ട് ആൻഡ് എൻഡ്, മിനിമം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, വിത്ത് ഫ്യൂവൽ ഓർ വിത്തൗട്ട് ഫ്യൂവൽ, ഇൻസ്റ്റൻറ്റ് റീഫണ്ട്. ആദ്യം തന്നെ നിങ്ങൾ കാറാണോ ബൈക്കാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യം തന്നെ ചോദിക്കുന്നത് റിട്ടേൺ കാർ ടു അനദർ ലൊക്കേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ എടുക്കുന്ന ലൊക്കേഷനിലല്ല നമ്മൾ കാറ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ചൂസ് പിക്കപ്പ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സിറ്റികളുടെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ എവിടെയെല്ലാമാണ് ഇതിന് സൗകര്യമുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹോം ഡെലിവറി ഉണ്ട്, ഇൻഡസ്ഗോ എടപ്പള്ളി ഉണ്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ട്, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ട്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂസ് ഡ്രോപ്പ് ഓഫ് സിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അതേ ലൊക്കേഷനിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന അതേ ലൊക്കേഷനിൽ തന്നെ കൊണ്ടുവന്നിട്ട് കാറ് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് റെൻറ്റിന് എടുത്തിരിക്കുന്ന കാറ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാലിക്കറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാലിക്കറ്റിൽ എവിടെയെല്ലാമാണുള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്നുള്ളത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂസ് പിക്കപ്പ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കലണ്ടർ ഇവിടെ തുറന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിക്കപ്പ് ടൈം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ പിക്കപ്പ് ടൈം നമുക്ക് ഇവിടെ കാണുന്ന ബാർ നീക്കിക്കൊണ്ട് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് സമയത്താണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 11:30 വരെ ആണ് ഇവിടെ കാണിക്കുന്നത്, ടൈം കൊടുത്തിരിക്കുന്നത് 11:30 PM വരെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചൂസ് ഡ്രോപ്പ് ഓഫ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളതാണ്. അതായത് നമ്മൾ വാഹനം എടുത്തതിന് ശേഷം വാഹനം ഡ്രോപ്പ് ചെയ്യാനായിട്ട് എന്നാണ് തിരിച്ചേൽപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആ ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡ്രോപ്പ് ഓഫ് ടൈം എന്നുള്ളതും അതും നിങ്ങൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും വാഹനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ നിന്ന് കാണാം. അതിന് ഓരോ വാഹനത്തിനും എത്ര രൂപയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ഇടയിലായിട്ട് നമ്മൾ റെൻറ്റിന് എടുക്കുന്നതിന് ആവശ്യമായി വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ വാഹനവും കാണുമ്പോൾ തന്നെ ആ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. വാഹനത്തിൻ്റെ നെയിം, വാഹനത്തിൽ എത്ര സീറ്റ് ഉണ്ട്, മാനുവലാണോ ഓട്ടോമാറ്റിക്കലാണോ, പെട്രോൾ ആണോ ഡീസൽ ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് അതിൻ്റെ റേറ്റും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ലൊക്കേഷനിൽ ഓടാനായിട്ട് ആവശ്യമായിട്ടുള്ള കിലോമീറ്ററാണ്. ഫ്രീ കിലോമീറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ വിത്തൗട്ട് ഫ്യൂവൽ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം അടിഭാഗത്തായിട്ട് ഓപ്ഷനുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് 727 കിലോമീറ്റർ
കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1455 കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അടുത്തതാണ് 2910 കിലോമീറ്ററും. അത് വിത്തൗട്ട് ഫ്യൂവലാണ് കാണിച്ചിരിക്കുന്നത്. വിത്ത് ഫ്യൂവലാണ് എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വാഹനത്തിന് ഓരോന്നിനും റേറ്റ് കൂടുന്നതാണ്. വിത്ത് ഫ്യൂവലാണ് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കിലോമീറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ലിസ്റ്റ് പ്രൈസ് ലോ ടു ഹൈ എന്നുള്ളതിലാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. അത് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഹൈ ടു ലോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള വാഹനങ്ങളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിനുശേഷം അതിൽ നിന്ന് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൈഡിലായിട്ട് ഒരു ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചും ട്രാൻസ്മിഷൻ ടൈപ്പിനനുസരിച്ചും നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വാഹനം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ എവിടെ നിന്നാണ് വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രൈസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ബേസ് ഫെയർ എത്രയാണ്, ഡിഫറെൻറ്റ് ലൊക്കേഷൻ ചാർജ് എത്രയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. ടാക്സ് എത്രയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. ടോട്ടൽ എത്രയാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് എന്ന് എഴുതിയിട്ടുള്ളത് എത്രയാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ടോട്ടൽ എത്ര രൂപയാണ് ആവുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. തിങ്സ് ഗുഡ് ടു നോ എന്ന് എഴുതിയിട്ട് 24/7 അസിസ്റ്റൻസ് ഉണ്ടാകും. ഓൾ മെയിൻ്റെനൻസ് ആൻഡ് സർവീസ് കാർസ് ആയിരിക്കും. വൈഡ് റേഞ്ച് ഓഫ് കാർ എന്ന് എഴുതിയിട്ട് പിക്ക് ആൻഡ് ഡ്രോപ്പ് എനിവെയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൻ്റെ ഇടയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വാഹനത്തിനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വായിച്ചുകൊണ്ട് ഇതിൻ്റെ പോളിസി കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഫ്യൂവൽ പോളിസി കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഫ്യൂവലുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ ക്യാൻസലേഷൻ പോളിസി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എത്ര രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. വിത്ത് ഫ്യൂവലാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. വിത്തൗട്ട് ഫ്യൂവലാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗോ ടു പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഫൈലെല്ലാം റെഡി ആക്കിയതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നമുക്ക് വാഹനങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബുക്കിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഓൺ ഗോയിങ് എന്നുള്ളതിൽ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസുകൾ മോർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ടുള്ളതും ബാക്കി നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും. ഈ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡസ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കാറും ബൈക്കും റെൻറ്റിനെടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പേയ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് വാഹനം എടുത്തതിന് ശേഷം വാഹനം ഡ്രോപ്പ് ചെയ്യാനായിട്ട് മറ്റേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിക്കൊണ്ടോ നിങ്ങൾക്ക് അങ്ങനെയും പാർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വാഹനങ്ങൾ റെൻറ്റിന് എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ റെൻറ്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വിത്തൗട്ട് ഫ്യൂവലോ അല്ലെങ്കിൽ വിത്ത് ഫ്യൂവലോ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വാഹനം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക.